അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി മുതുകാട്ടുകര വാർഡ് മെമ്പറെ ടി കോശി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ക്ഷേത്രഭരണ സമിതിയുടെ പ്രസിഡന്റ് CN ശ്രീകുമാർ, ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട സെക്രട്ടറി, ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്ത് നിർവഹിച്ചു പോയ നമ്മുടെ ഏറ്റവും ആദരണീയനായ MP ശ്രീ കൊടുക്കുന്നൽ സുരേഷ്, ഇവിടെ മുഖ്യ പ്രഭാഷണവും ആശംസകളും അർപ്പിച്ച പ്രിയപ്പെട്ട MLA, പ്രിയപ്പെട്ട ശരത്ത്, വേദിയിലിരിക്കുന്ന വേണു കാവേരി, രാജലക്ഷ്മി, പ്രിയപ്പെട്ട നമ്മളിന്നിവിടെ ആദരിച്ച രണ്ട് ബഹുമുഖ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട ക്ഷേത്രഭരണസമിതി ഭാരവാഹികൾ, പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, പ്രിയമുള്ളവർ, ഓരോ വർഷവും വളരെ വ്യത്യസ്തമായ പരിപാടികളിൽ കൂടി നമ്മുടെ ക്ഷേത്രത്തിന്റെ ആത്മീയ ചൈതന്യം ഒന്നുകൂടി ഉച്ചത്തിൽ വിളിച്ചൊതുക്കൊണ്ടുള്ള പരിപാടികളാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. മുൻകാലങ്ങളിൽ ഒരു മകരസംക്രമ ഉത്സവം മാത്രമായിരുന്നെങ്കിൽ ഇന്ന് ക്ഷേത്രാചാര ചൂട്ടുകമ്പവും ഒക്കെ മാത്രമായി ഒതുങ്ങിയായിരുന്നു. ആത്മീയമായ കാര്യങ്ങളിൽ വളരെയേറെ ഊന്നൽ നൽകിക്കൊണ്ടാണ് ക്ഷേത്രഭരണ സമിതിയുടെ ഭാരവാഹികൾ ഈ ക്ഷേത്രത്തെ കാണുകയും ഈ ക്ഷേത്രത്തിന്റെ ഈ ചുറ്റുപാടുമുള്ള ഈ കരകളിലുള്ള നമ്മുടെ മുതുകാട്ടുകര കരയായാലും തൊട്ടടുത്തുള്ള കരക്കാരും എല്ലാം തന്നെ വളരെ ഭക്തിയാരവും ആത്മീയമായ ഒരു ചൈതന്യമുള്ള ഒരു ക്ഷേത്രമായി ഇത് മാറിയിരിക്കുകയാണ്. നിരവധി ആൾക്കാർ നമ്മളൊരു പക്ഷേ നമ്മൾ കാണുമ്പോൾ ചൂട്ടുകമ്പം എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും വളരെയേറെ ആൾക്കാർ എന്താണ് എന്ന വളരെ താല്പര്യത്തോടുകൂടി കാരണം നമ്മുടെ തൊട്ടടുത്ത് ക്ഷേത്രത്തിൽ നടക്കുന്നു. അപ്പോൾ ആ ചൂട്ടുകമ്പത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും അതിൻ്റെ ആ പാരമ്പര്യത്തെക്കുറിച്ചും ഒക്കെ അറിയുന്നതിന് അതുപോലെ ഓരോ പ്രാവശ്യവും നമ്മളിപ്പം പല ക്ഷേത്രങ്ങളിലും ഈ വേലകളി എന്ന് പറഞ്ഞിട്ട് സംഭവിക്കുന്നില്ല. അത് പഠിക്കുന്ന കലാകാരന്മാരും കൊച്ചുകുട്ടികളൊക്കെ വളരെ കുറവാണ്. പക്ഷെ നാളിതുവരെ നമ്മുടെ ക്ഷേത്രത്തിൽ ഈ ഉത്സവ കാലത്തൊക്കെ തന്നെ വേലകളിയായാലും ആ ക്ഷേത്ര കലാപരമായ മുഴുവൻ ചടങ്ങുകൾ നടത്തിക്കൊണ്ടാണ് നമ്മുടെ ഉത്സവ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും മുമ്പ് ഇവിടെ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ട് നിരവധി വിഷയങ്ങളാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുകയും പരസ്പരം കണ്ടുകൂടായ്മയൊക്കെ വളരെയേറെ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. പരസ്പരം കലഹിച്ചും പോരടിച്ചും മുമ്പോട്ട് പോകുന്ന രീതിയിലേക്ക് നമ്മൾ പോകാതെ ആത്മീയ ചൈതന്യം ഉണർത്തിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള ഒരു ആത്മീയ ചൈതന്യം നമുക്കുണ്ടായി. തീർച്ചയായിട്ടും ഇതുപോലുള്ള ക്ഷേത്രങ്ങളും മറ്റ് ആരാധനകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ വളർച്ചയ്ക്കും ഇതിൻ്റെ കാര്യങ്ങൾക്കും വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ മുഴുവൻ ഭക്തജനങ്ങളുടെയും ഈ വളരെയേറെ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ പോലും നമ്മുടെ വീട്ടുകാര്യം മുടങ്ങിയാൽ പോലും ക്ഷേത്ര കാര്യങ്ങൾ ഒരു മുടക്കവും വരാതെ നടക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു നല്ല ഒരു കൂട്ടായ്മ നമ്മുടെ ഈ മുതുകാട്ടിൽ ഭാഗത്തും ചുറ്റുള്ളവരെല്ലാം. അപ്പം ആ കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട ഈ നമ്മുടെ ഭരണസമിതിക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുകയും അതുപോലെ ഭരണസമിതി ഇവിടെ വരുന്ന ക്ഷേത്രത്തിൽ വരുന്നവർക്ക് വേണ്ട എല്ലാവിധമായ കാര്യങ്ങളും സംവിധാനങ്ങളും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകളിലും ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ ഇനിയിപ്പം ഇന്ന് മറ്റു പരിപാടികളൊന്നുമില്ല. കാരണം ഞാൻ സ്റ്റേഷനിൽ പോയി സംസാരിച്ചപ്പോൾ വളരെ പ്രശ്നങ്ങളാണ്. നമ്മളിപ്പം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രാത്രിയിലൊക്കെ നിരവധി പ്രശ്നങ്ങളാണ് നമ്മൾ പേപ്പറെടുത്ത് വായിച്ച് കാണാം. കഴിഞ്ഞ ദിവസം തന്നെ നൂറിനാട് ബേസ് ചെയ്താണ് നിരവധി പ്രശ്നങ്ങൾ ഗുണ്ടാലിസ്റ്റ് പ്രത്യേകം നാടുകടത്തിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കലാപരിപാടികളൊക്കെ നമുക്ക് ആവശ്യമാണ്, അത് ആസ്വദിക്കണം. അതൊക്കെ ഒരു വളരെ പോലീസ് പറയുന്ന രീതിക്ക് ഒരു അരമണിക്കൂറെങ്കിലും മുമ്പോട്ട് പോകുമല്ലാതെ കൂടുതൽ മുമ്പോട്ട് പോയി ചെയ്യരുത്. അപ്പോൾ അത് മറ്റു പല പ്രശ്നങ്ങളിലേക്ക് പോയി ചെന്നെത്തിക്കും എന്നുള്ളതുകൊണ്ട് അതിനുവേണ്ട എല്ലാവിധമായ സഹകരണ ഭക്തജനങ്ങളും ഭരണസമിതിയും ചെയ്തു കൊടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഉത്സവത്തിന് എല്ലാവിധമായ ഐശ്വര്യവും
സമാധാനവും എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. അടുത്തതായി വിദ്യാജ്യോതി അവാർഡാണ്. MLA പോകേണ്ടതായിട്ട് അറിയിച്ചതുകൊണ്ട് കുറച്ചു പേർക്കായിട്ട് നമ്മൾ വിദ്യാജ്യോതി അവാർഡ് കൊടുക്കുകയാണ്. ആദ്യമായി അർജുൻ വി അജിത്ത്, SSLCക്ക് ഉന്നത വിജയം നേടിയ അർജുൻ വി